നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 22-23 ദിവസം മാത്രം കഷ്ടിയാണ് ഇനി ജനങ്ങൾക്ക് കിട്ടുക. അതുപോലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സംഘടനകൾക്കും കിട്ടുക. ഓരോരോ രാഷ്ട്രീയ സംഘടനകളുടെയും സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുവാൻ വേണ്ടി മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. ചുമരെഴുത്തുകൾ, പോസ്റ്റർ ഒട്ടിക്കൽ, ഫ്ലക്സ് വയ്ക്കൽ എന്നിങ്ങനെയുള്ള പല പ്രചരണ പരിപാടികളുമായി പലരും മുന്നോട്ട് പോകുന്നു. സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും ഓരോ റൗണ്ട് വീതമെങ്കിലും ഓരോ മണ്ഡലത്തിലും എത്തിയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ, ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന പാർട്ടിയായ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥികളെ നിർണയിക്കുവാൻ ഇപ്പോഴും പാർട്ടിക്കായിട്ടില്ല. അഥവാ 2-3 സ്ഥാനാർത്ഥികളിലും 2-3 സീറ്റുകളിലുമെല്ലാം ചുറ്റിപ്പറ്റി ഇപ്പോഴും സീറ്റ് വിഭജനം കീറാമുട്ടിയായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2 ദിവസക്കാലമായി ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. കേരളത്തിന്റെ നിയമസഭാ ചർച്ചയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ നടക്കുന്നത്, ഇലക്ഷൻ കമ്മിറ്റി നടക്കുന്നത്. എന്നാൽ ഇപ്പോഴും തീരുമാനമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കണ്ണൂരിൽ KPCCയുടെ മുൻ പ്രസിഡന്റായ കെ സുധാകരനെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു വിഭാഗത്തിന്റെ താല്പര്യം, സുധാകരന്റെ താല്പര്യം. എന്നാൽ നിലവിലെ MP മാർ മത്സരിക്കേണ്ട എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ ആ ഒരു നിയമ സംഹിതയിൽ തട്ടി സുധാകരന്റെ മത്സര മോഹം തകരുന്നു, സ്ഥാനാർത്ഥിത്വം തെറിക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ തുടർച്ചയായി 2 ദിവസത്തെ മാരത്തൺ ചർച്ചയ്ക്കൊടുവിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ മല്ലികാർജുൻ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം ഫോണിൽ വിളിച്ച് കേരളത്തിലെ പ്രത്യേക അവസ്ഥകളെ കുറിച്ച് പറയുന്നു. കെ സുധാകരനെ ഇക്കുറി മത്സരിപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഭരണം പിടിക്കാനാവില്ല. മാത്രമല്ല, ഇനി കേരളത്തിൽ ഒരു കാരണവശാലും UDF-ഓ കോൺഗ്രസോ ഭരണത്തിൽ വരില്ല. UDF എന്ന സംവിധാനം തകരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് കെ സുധാകരനെ കണ്ണൂരിൽ നിർത്തി മത്സരിപ്പിക്കുവാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇപ്പോഴും അത് കെ സുധാകരനും സ്ഥിരീകരിച്ചിട്ടില്ല, അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോഴും പുറത്തു വരുന്ന വാർത്ത. ഒരു കാരണവശാലും സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് സ്ഥിരീകരണമില്ല എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ കോൺഗ്രസ് ഇത്രത്തോളം വൈഷമ്യത്തിൽ നിൽക്കുന്ന, ഇത്രത്തോളം നിർണായകമായ സങ്കീർണമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ചില ചോദ്യങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കുവാൻ സാധാരണക്കാരായ പ്രവർത്തകരും അണികളും മുതിരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഇത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം CPM-ൽ നിന്നും ആശയപരമായി തെറ്റിപ്പിരിഞ്ഞ് ചില ആളുകൾ ഇപ്പോൾ CPM-ന്റെ സമുന്നതരായ നേതാക്കൾ CPM വിട്ട് ഇടതു മുന്നണി വിട്ട് പുറത്തു വരുമ്പോൾ അവര് ചില മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി, അതായത് UDF പിന്തുണ നൽകി അവർക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. CPM-മായി ആലപ്പുഴയിൽ 63 വർഷത്തെ ബന്ധമുണ്ടായിരുന്ന G സുധാകരൻ തന്നെ, അതായത് CPM-ലെ ആദർശ മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന G സുധാകരൻ CPM വിട്ട് പുറത്തു വരുമ്പോൾ G സുധാകരനെ അമ്പലപ്പുഴയിൽ പിന്തുണയ്ക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കും, ആ സീറ്റ് നേടിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് തളിപ്പറമ്പിൽ MP ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പേരിൽ അവിടുത്തെ സമുന്നത നേതാവായ DK ഗോവിന്ദൻ പാർട്ടി വിട്ട് പുറത്തു വരുമ്പോൾ, അഥവാ പാർട്ടി ഗോവിന്ദനെ പുറത്താക്കുമ്പോൾ ഗോവിന്ദന് പിന്തുണയുമായി കോൺഗ്രസ് നിൽക്കുന്നു. ഇത് രണ്ടും രാഷ്ട്രീയപരമായ ഔന്നിത്യം തന്നെയാണ് കോൺഗ്രസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ CPM-ൽ പോലും എടുക്കാച്ചരക്കായ ചില ആളുകളെ പുറത്താക്കുമ്പോൾ അവർക്കും പിന്തുണ നൽകിക്കൊണ്ട് UDF-നകത്തുള്ള അഥവാ കോൺഗ്രസിനകത്തുള്ള സ്ഥാനാർത്ഥി മോഹികളായ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്ത, രാവും പകലും പോസ്റ്റർ ഒട്ടിക്കാനും കൊടികെട്ടുവാനും ഫ്ലക്സ് വയ്ക്കുവാനുമെല്ലാം അത്യധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കിയ, രാപ്പകൽ ഓടി നടന്ന് പ്രവർത്തിച്ച പ്രവർത്തകർക്ക് മത്സരിക്കണമെന്നുള്ള ധാരണ വരുമ്പോൾ യോഗ്യതയുണ്ടായിട്ട് പോലും ഇങ്ങനെ മറ്റു പാർട്ടികൾ വിട്ട് പുറത്തു വരുന്ന ആളുകളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി യോഗ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് സ്ഥാനം നൽകാതെ കോൺഗ്രസ് മാറ്റി നിർത്തുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. രാഷ്ട്രീയപരമായ ഭിന്നതകൾ, അതായത് DK ഗോവിന്ദന്റേതുപോലെ G സുധാകരന്റേതുപോലുള്ള രാഷ്ട്രീയപരമായ ഔന്നത്യം പുലർത്തിക്കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അത് രാഷ്ട്രീയ സദാചാര മര്യാദയുടെ ഭാഗമായി, രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായി അത് വിശദീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ സാധിക്കും. എന്നാൽ CPM-നകത്ത് നിന്ന് പോലും കൊള്ളരുതായ്മകളുടെ കൊള്ളരുതായ്മ മുഴുവൻ കാണിക്കുമ്പോൾ, അതായത് PK ശശിയെ പോലെ DYFI പ്രവർത്തകരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് CPM-ന്റെ പാർട്ടി കമ്മീഷൻ അന്വേഷിച്ച് തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന് AK ബാലനും ശ്രീമതി ടീച്ചറും അടയാളപ്പെടുത്തി അന്ന് പാർട്ടി ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കിയ PK ശശി CPM വിട്ട് പുറത്തു വരുമ്പോൾ PK ശശിക്കും ഇപ്പോൾ കോൺഗ്രസ് പിന്തുണ നൽകിയിരിക്കുന്നു പാലക്കാട് കുഴൽമന്നത്ത്.
ഇത് കോൺഗ്രസിന്റെ എന്ത് തരത്തിലുള്ള നൈതികതയാണ് എന്നാണ് സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നത്. പി കെ ശശിയെ ലൈംഗിക പീഡനത്തിന്റെ പേരിൽ കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കൾ അടക്കം അന്തിച്ചർച്ചകളിൽ ചാനലിൽ ചെന്നിരുന്ന് വിമർശിച്ചവരാണ്. ആ പി കെ ശശി അന്ന് കോഴി എന്ന് വിളിച്ചുകൊണ്ട് കോഴിത്തരത്തിന് വോട്ടില്ല, കോഴികളെ കൂട്ടിൽ കയറ്റി അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി കെ ശശിക്കെതിരെ രാവും പകലും വിമർശനങ്ങൾ ഉയർത്തിയ കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇപ്പോൾ പി കെ ശശിക്ക് പാലക്കാട് പിന്തുണ കൊടുക്കുമ്പോൾ, അതായത് ലൈംഗിക പീഡന കേസിൽ പാർട്ടി തന്നെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ, അതായത് തീവ്രത കുറഞ്ഞ പീഡനം നടത്തിയെന്ന് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ തന്നെ കണ്ടെത്തിയ പാർട്ടിയിലെ സമുന്നതനായ നേതാവ് പി കെ ശശി പുറത്തു വരുമ്പോൾ ലൈംഗിക പീഡന കേസിൽ പാർട്ടി തന്നെ കുറ്റക്കാരനാണെന്നും കണ്ട് തരം താഴ്ത്തപ്പെട്ട ഒരു നേതാവിന് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി പിന്തുണ കൊടുക്കുക? ഇത് കോൺഗ്രസ് പാർട്ടിയുടെ അപജയമല്ലേ എന്നാണ് തുറന്നു ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന കേസ് ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തോടൊരു വിശദീകരണം പോലും ചോദിക്കാതെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ രാഹുലിനെ പുറത്താക്കിയത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അണികളും പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് കോൺഗ്രസിന് ഇപ്പോൾ മറുപടിയില്ലാതായിരിക്കുന്നു. അതായത് ലൈംഗിക പീഡന കുറ്റത്തിന് പാർട്ടി തന്നെ ശിക്ഷിക്കപ്പെട്ട CPM വിട്ട് പുറത്തു വരുമ്പോൾ ഒരാളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അയാൾ വിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾക്ക് കണ്ണടച്ച് പിന്തുണ കൊടുക്കുമ്പോൾ, നിരുപാധിക പിന്തുണ കൊടുക്കുമ്പോൾ, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന കേസ് ഉയർന്നു വന്നപ്പോൾ എല്ലാ കേസുകളിലും ജാമ്യം കിട്ടി ഒരിക്കലും തെളിയിക്കപ്പെടാത്ത കുറ്റമാണ് എന്ന് കോടതി പോലും കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കേസിൽ സ്ത്രീ പീഡനം ആരോപിക്കാൻ പറ്റില്ല, ലൈംഗിക പീഡനം ആരോപിക്കാൻ പറ്റില്ല എന്ന് കോടതി വരെ കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത് കോൺഗ്രസ് അതിൽ നിന്ന് പിന്മാറാതിരുന്നത്? അത് അച്ചടക്ക നടപടി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും, അതായത് മറ്റൊരു പാർട്ടിയിൽ നിന്നും, CPM പോലുള്ള ഒരു പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടി നേരിട്ട് ഒരാളെ പൊക്കിക്കൊണ്ട് നടന്നു അയാൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് എഴുന്നള്ളിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കോൺഗ്രസിനോട് ചോദിക്കുന്നത്. ഇതിന് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. തളിപ്പറമ്പിൽ DK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ G സുധാകരനും പിന്തുണ കൊടുക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അത് രാഷ്ട്രീയമായ നൈതികതയുണ്ട് അക്കാര്യത്തിൽ. എന്നാൽ പി കെ ശശിക്ക് പിന്തുണ കൊടുക്കുമ്പോൾ അവിടെ എന്ത് തരത്തിലുള്ള നൈതികതയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു പരിധിവരെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും ഉയർത്തിയത് രാഷ്ട്രീയപരമായ വിമർശനങ്ങളാണ്. കുഞ്ഞികൃഷ്ണനും CPM പുറത്തു വന്നിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പയ്യന്നൂർ പിടിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂരിന്റെ ശക്തമായ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ കുഞ്ഞികൃഷ്ണനും പിന്തുണ കൊടുക്കുന്നതിൽ നൈതികതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, രാഷ്ട്രീയ നൈതികതയുണ്ട്. എന്നാൽ പി കെ ശശിയെ പോലെ CPM തന്നെ സ്ത്രീ പീഡകനാണ് എന്ന് അവരുടെ തന്നെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി അച്ചടക്ക നടപടിയെടുത്ത ഒരാളെ കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെ പിന്തുണ കൊടുത്ത് കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്തിനാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ കണ്ണടച്ച് ഇത്തരം നടപടികൾ കൈക്കൊണ്ടത് എന്നുള്ളത് വ്യക്തമാക്കാൻ VD സതീശനടക്കം കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അണികളും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കുന്നത്, പങ്കുവയ്ക്കുന്നത്. ഇതിന് കോൺഗ്രസ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് PV അൻവറിന്റെ കാര്യവും. PV അൻവർ രാഹുൽ ഗാന്ധിയുടെ DNA വരെ പരിശോധിക്കണം എന്ന് ഒരിക്കൽ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ആ PV അൻവറിനും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ സീറ്റ് കൊടുത്തിരിക്കുന്ന UDF സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച്, എന്തിന് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ കോടിക്കണക്കിന് രൂപ മീൻ വണ്ടിയിൽ കടത്തിക്കൊണ്ടുവന്നു പിന്നീട് അത് ബംഗളൂരുവിലേക്ക് കൊടുത്തയച്ചു എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിച്ച് നിയമസഭയ്ക്ക് അകത്തും പുറത്തും VD സതീശനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച PV അൻവറിനും സീറ്റ് നൽകിയിരിക്കുന്നു. UDF പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രത്തോളം വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് അധികാരമോഹികളായ ചില കോൺഗ്രസ്സുകാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിയൊതുക്കേണ്ട ആവശ്യകത ഒന്നുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിയൊതുക്കി മാറ്റി നിർത്തിയത് എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. എന്തായാലും ഇതിനെല്ലാം കോൺഗ്രസ് നേതൃത്വം ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മറുപടി പറയേണ്ടതായി വരും, അല്ലെങ്കിൽ ജനങ്ങൾ ഇതിന് പോളിംഗ് ബൂത്തിൽ വരുമ്പോൾ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പ് നയത്തിന് ജനങ്ങൾ ഏത് രീതിയിൽ വിലയെഴുതും, വിധിയിരുത്തും എന്നുള്ളത് നമുക്ക് കണ്ടെഴുതാം.